ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക, ഒരു തേങ്ങയുടെ ഉള്ള സംഭവം, ഒരു എഗ്ഗൊക്കെ ഇട്ട് കാണുന്ന ഒരു സംഭവം കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ വെച്ചാണ് ചൂടായതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അരച്ചതും, പിന്നെ ഉള്ളിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചപ്പും കുറച്ച് കാരണവും, പിന്നെ മസാലകൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി സംഭവം, പിന്നെ ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് എന്താ പറയുക, ഉടച്ചതില്ല അത് ഇട്ടുകൊണ്ട് ചൂടാറിന് ശേഷം ഒന്ന് കുഴച്ചിട്ട് കയ്യിൽ റൗണ്ടായി കാണിച്ചുകൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. അതിൽ ഒരു കോഴിമുട്ട വെച്ചുകൊണ്ട് ഇത് കണ്ടത്തിലേക്ക് തോന്നി അത് ഫുള്ളാവില്ലാന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ഇത് കൂട്ടിക്കൊണ്ട് നിറച്ചിട്ടോ ഫില്ല് ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് കോഴിമുട്ട അടിച്ച് വെച്ചിട്ട് അതിലോട്ടൊന്ന് കൂടി മുക്കിക്കാണ്ട് നമ്മളെ ബ്രെഡ് ക്രംസിലൂടെ ഒന്ന് മുക്കി കൊടുക്കാം കേട്ടോ. ഒന്നൊന്ന് ഡിപ്പായിക്കൊണ്ട് ഒന്ന് മുക്കി പിടിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് സംഭവം രണ്ടെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടെണ്ണേ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, കാരണം എനിക്കും ഉമ്മാക്കും ഇത് മതി, വയറെന്നറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിന് കൂടെ സമൂസ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും സമൂസ ഉണ്ടാക്കി, എന്തായാലും രണ്ടെണ്ണം മാത്രമാണ് ഉണ്ടാകുന്ന വിചാരിച്ചുകൊണ്ട് കുറച്ച് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേനും കരിഞ്ഞു പോരുത്, ഈ ഒരു ടൈപ്പ് കളർ നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ രണ്ടെണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്ന് കണ്ടോ, നല്ല ഭംഗിയിലെ കാണാൻ. ഇത് രണ്ടെണ്ണം ഉണ്ടത് കഷ്ണമൊക്കെ വെച്ചാണ്. പിന്നെ സമൂസ ഉണ്ട്, പിന്നെ ഈന്തപ്പഴം, പിന്നെ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ വട്ടുമ്പോൾ, പിന്നെ നാരങ്ങളും പച്ചവെള്ളമൊക്കെ വെക്കാനുള്ള ചുരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്നു, ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ വെള്ളം കുടിച്ചാൽ നമുക്ക് തുടങ്ങണമല്ലോ. അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത് കഴിച്ചത് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. മുട്ടൊക്കെ അടിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എരിവുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ കുറച്ചധികം ഒരു എരിവുണ്ടായിരുന്നു. എനിക്ക് എത്ര പറ്റുന്ന ഒരാളാണ് ഞാൻ, അപ്പോൾ കുറച്ചധികം എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.